വി.ഡി. സതീശൻ സർക്കാരിന്റെ പ്രഥമ ബജറ്റോടെ മൂവാറ്റുപുഴ ജില്ല എന്ന സ്വപ്നത്തിന് വീണ്ടും ചിറകുമുളയ്ക്കുകയാണ്. മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട്, തൊടുപുഴ താലൂക്കിന്റെ ഏതാനും ഭാഗങ്ങൾ എന്നിവ കൂടിച്ചേരുന്നതാണ് നിർദ്ദിഷ്ട ജില്ല. പതിറ്റാണ്ടുകൾ നീണ്ടുനിൽക്കുന്ന ആവശ്യത്തിനാണ് ഇതോടെ പുതുജീവൻ കൈവന്നിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട മൂവാറ്റുപുഴ ജില്ല എന്ന സ്വപ്നത്തിനാണ് പുതിയ സർക്കാരിന്റെ ബജറ്റോടെ നവജീവൻ കൈവന്നിരിക്കുന്നത്. പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നത് പഠിക്കാൻ സമിതിയെ നിയോഗിക്കുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനം. സമിതിയുടെ പഠനത്തിൽ മൂവാറ്റുപുഴ ജില്ല ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മലപ്പുറം, പാലക്കാട്, തിരുവനന്തപുരം എന്നീ ജില്ലകൾ വിഭജിക്കുന്നതിനൊപ്പം എറണാകുളം, ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയൊരു ജില്ല എന്ന ആവശ്യവും സമിതി പഠിക്കേണ്ടി വരും. 40 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് ഒരു പുതിയ ജില്ല ഉണ്ടാകുമെന്ന പ്രഖ്യാപനം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ. കരുണാകരൻ നടത്തിയിരുന്നു. ജില്ലയുടെ ഭൂപരിധി സംബന്ധിച്ച കാഴ്ചപ്പാടുകൾക്ക് 4 പതിറ്റാണ്ടുകൾ കൊണ്ട് കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട്, തൊടുപുഴ താലൂക്കിന്റെ ഏതാനും ഭാഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജില്ലയ്ക്കാണ് ഇപ്പോൾ പ്രാമുഖ്യം ഉള്ളത്. എറണാകുളം ജില്ലയുടെ വലിപ്പവും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും മൂലം 2 ജില്ല എന്ന കാഴ്ചപ്പാട് നേരത്തെ തന്നെ ഉള്ളതാണ്. മെട്രോ നഗരവും തീരവും ചേർന്ന പ്രദേശങ്ങളും കാർഷിക മേഖലയായ കിഴക്കൻ പ്രദേശങ്ങളും 2ആയി വിഭജിക്കണം എന്ന ആവശ്യമാണ് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്നത്. കിഴക്കൻ പ്രദേശങ്ങളുടെ വികസനത്തിന് സ്വതന്ത്ര ജില്ല അനിവാര്യമാണ് എന്നാണ് ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും എടുത്തിട്ടുള്ള നിലപാടും. ജില്ലയ്ക്ക് വേണ്ടിയുള്ള ഒട്ടേറെ സമരങ്ങൾക്കും ഈ പ്രദേശങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പുതിയ ജനസംഖ്യാ കണക്കെടുപ്പിലെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം ആയിരിക്കും ജില്ലാ രൂപീകരണം സംബന്ധിച്ച അന്തിമ തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. സർക്കാർ ഇച്ഛാശക്തി പ്രകടിപ്പിച്ചാൽ കേരളത്തിൽ രൂപപ്പെടാൻ പോകുന്ന 2ാമത്തെ ജില്ല മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചായിരിക്കും. ഇക്കാര്യത്തിൽ ജനപ്രതിനിധികളുടെ നിലപാടും നിർണായകമാണ്. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.